എടാ, കൊൽക്കട്ട RGKR മെഡിക്കൽ കോളേജ് നടന്ന റേപ്പ് കേസിനെ പറ്റി നീ അറിഞ്ഞായിരുന്നു? ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പം എല്ലാ കേസും ഒതുക്കി തീർക്കുന്ന പോലെ ഇതും ഒതുക്കി തീർക്കുന്ന ഒന്നാവരുത്. നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാർക്കെതിരെയാണ് ഇപ്പോൾ ക്രൂര പീഡനങ്ങളും എല്ലാം നടക്കുന്നത്. എനിക്ക് ശരിക്കും വ്യക്തമായില്ലായിരുന്നു, ഒന്ന് പറഞ്ഞുതരാമോ? 36 മണിക്കൂർ വിശ്രമമില്ലാതെ ജോലി ചെയ്ത ആ പെൺകൊച്ച് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി സെമിനാർ ഹാളിൽ പോയി ഒന്ന് കിടന്നതാണ്. അതിനെയാണ് പോലീസ് സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയ് എന്ന് പറഞ്ഞ പരനാറി ആ കൊച്ചിനെ എന്തൊക്കെ ചെയ്തെന്ന് കേട്ട മനുഷ്യന്മാരിപ്പോൾ മൃഗമായിക്കൊണ്ടിരിക്കുക. ആ കോളേജിൽ പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞത് അവൾ എന്തുകൊണ്ട് ആ സെമിനാർ ഹാളിൽ ആ സമയത്ത് വന്നു എന്ന്. ഇതുപോലത്തെ വൃത്തികെട്ട വർത്തമാനത്തിന് ആദ്യം അയാളുടെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കണം. രണ്ടാമത് പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണെന്ന്. ഒരു കൊച്ചിന് പോലും ഉപദ്രവം എന്താണ്, സൂയിസൈഡ് എന്താണെന്ന് കണ്ടാൽ പോലും തിരിച്ചറിയും. ഈ കോളേജിലെ പ്രിൻസിപ്പൽക്കോ അയാൾക്ക് ബന്ധപ്പെട്ട ആർക്കോ ഇതിൽ നല്ല ബന്ധമുണ്ട്. ചിലവർ പറയും രാത്രി പെൺകുട്ടികൾ ഇറങ്ങി നടക്കരുത്, അവരിടുന്ന ഡ്രസ്സിൻ്റെ പ്രശ്നമാണ്. എടാ, ഇതൊന്നുമല്ല പ്രശ്നം. അതൊക്കെ പ്രശ്നമാണ്.